ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഷെമിസ്ക്കെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെച്ചിച്ചെടി ഉണ്ടല്ലോ, തെച്ചിച്ചെടി നല്ല റെഡ് കളറുള്ള തെച്ചിച്ചെടി. ഏതാണ്ട് 7 വർഷത്തോളം പഴക്കമുള്ള ഒരു തെച്ചിച്ചെടിയാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഈ തെച്ചിച്ചെടി കൊണ്ടുവച്ച ഹൈബ്രിഡാണ്, കൊണ്ടുവച്ച ആ സമയം മുതൽ ഒരു കുറച്ച് നാൾ മാത്രം പൂവിട്ട്. അത് ഞാൻ നിലത്തായിരുന്നു കുഴിച്ചിട്ട്, തറയിൽ കുഴിച്ചിട്ട ഒരു ചെടിയാണ്. അപ്പോൾ അത് ഇതുവരെയായിട്ടും പിന്നെ അതിന് ശേഷം ഒരു 1-2 പ്രാവശ്യം പൂവിട്ടതിന് ശേഷം പിന്നെ അത് പൂവിടാറെ മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനെ എങ്ങനെ പൂവിടിയിക്കണം എന്നുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ചെറിയൊരു ഐഡിയ തോന്നിയൊരു സംഗതിയാണ് അത് നിങ്ങളുടെ മുമ്പിലേക്ക് മനസ്സിലാക്കി തരുക. എന്നിട്ട് ആ ചെടിയുടെ പൂവിടാനോ അല്ലെങ്കിൽ മുരടിച്ച് നിൽക്കുന്ന അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ തെച്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിങ് മണി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ എല്ലാ പുതിയ വീഡിയോസും നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തെച്ചി ഇതാണ്, ഞാൻ പറഞ്ഞ തെച്ചി ചെടി ഇതാണ്. അപ്പോൾ ഇത് ഞാൻ നിലത്താണ് കുഴിച്ച് വെച്ചേക്കുന്നത്. ഒരു 6-7 വർഷമായി കാണും നിലത്ത് ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതേ അവസ്ഥയിൽ തന്നെ നിൽക്കുവാണ്. കൊണ്ടുവെക്കുമ്പോൾ കുറച്ച് കുഞ്ഞൊരു തൈയായിരുന്നു, പിന്നെ കുറച്ചും കൂടെ വലുപ്പമായി 1-2 പ്രാവശ്യം പൂവിടും. അതുപോലെ തന്നെ ഇത് കണക്ക് ഇങ്ങനെ മൊട്ട് വന്നിട്ട് വിരിയത്തേങ്ങുമില്ല. ഇത് കണക്ക് തന്നെ മുരടിച്ച് ചിലപ്പോൾ മൊട്ട് കൊഴിഞ്ഞു പോവുകയും 1-2 പൂക്കൾ വിരിഞ്ഞതിന് ശേഷം മൊട്ട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ഒറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം ഹെൽത്തൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്, കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നത്, എന്നെങ്കിലും പൂക്കളുണ്ടാവും. ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. NPK വളം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ചാണാപ്പൊടിയോ അതൊന്നും ഇട്ടിട്ടൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ചെടികൾക്ക് പൂക്കളുണ്ടാവും. NPK വളങ്ങൾ 18, 19 ഒക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വളങ്ങൾ ചെയ്തിട്ട് പോലും ഇത് പൂവിടുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. സൂര്യപ്രകാശം കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ നിൽക്കുന്നുണ്ടോ, ഇതിൻ്റെ ഒരു ബഡ്ഡിങ് ലെയർ ചെയ്ത, അത് ബഡ്ഡിങ് അല്ല ലെയർ ചെയ്ത ഒരു ബുഷ് ഓറഞ്ചാണ്. നിറയെ കായ്ച്ച് നിൽക്കുന്ന ഒരു ബുഷ് ഓറഞ്ചിൻ്റെ അടിഭാഗത്തായി പോയി ഈ തെച്ചിച്ചെടി. അതായത് ഈ ബുഷ് ഓറഞ്ച് രണ്ടും കൂടെ സെയിം ആയിട്ട് ഒരുമിച്ചാണ് ഞാൻ നട്ടത്. അപ്പോൾ ബുഷ് ഓറഞ്ച് വലുതായിട്ട് മേളിലോട്ട് കയറി പോവുകയും ചെയ്തു, തെച്ചിച്ചെടി അതിൻ്റെ അടിയിൽ സൂര്യപ്രകാശം കിട്ടാതെ മുരടിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചെറിയൊരു ആയുധം എടുത്തിട്ടുണ്ട്. ആയുധം പറഞ്ഞാൽ കുന്താലി. ഞങ്ങളുടെ നാട്ടിൽ കുന്താലി എന്ന് പറയും. പല നാട്ടിൽ പല പേരാണ് അറിയുന്നത്. ഇതിന് മൺവെട്ടി, കുന്താലി എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഇതിനെ ഇവിടുന്ന് മൂടോടെ പറിക്കുക. മൂടോടെ പറിക്കുക 4 സൈഡും ചുറ്റും കളച്ചതിന് ശേഷം 4 സൈഡും വേര് പൊട്ടാതെ കളയ്ക്കണം. പറഞ്ഞ കണക്കല്ല, നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ശേഷിച്ച് പാടാണ്. കാരണം വേരിച്ച് അടിയിലോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ജസ്റ്റ് നോക്കാം, പിടിച്ചെടുത്ത് നോക്കാം വരുന്നോന്ന്. അപ്പോഴേ 4 സൈഡും അതായത് ചുറ്റിലുമുള്ള മണ്ണുകളെ ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാം, വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. വരുമോ വരത്തില്ലേ പറയാത്ത, ചില വേരുകളൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. പായുണ്ടെങ്കിൽ ഓക്കെ ആവും. ഇത്രയും നാളായിട്ടുള്ള ചെടിയല്ലേ. നമ്മൾ പിടിക്കുമ്പോഴേ താഴെ വെച്ചിട്ട് പിടിക്കാം. കുഴപ്പമില്ല. എന്തോ ഭാഗ്യം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇപ്പം അടുത്ത സ്റ്റെപ്പ് ഇതിനൊക്കെ പ്രൂണിങ് ചെയ്ത് മാറ്റുക, കട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ ഇതിനകത്ത് ലീഫും അല്ലെങ്കിൽ ഇതുപോലെ കൊണ്ട് നമ്മൾ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ഓവറായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്യേണ്ട, എന്നാലും ഒരു പരിധി വരെ ഹാർഡ് പ്രൂൺ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൂൺ ചെയ്ത് മാറ്റിയ ഈ കൊമ്പുകളുണ്ടല്ലോ, ബാക്കി ബാലൻസ് വന്നേ ഇതെടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മണ്ണിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു ചെടിച്ചട്ടിയിലേക്കോ കുത്തി വെക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വെള്ളത്തിൽ ഒരു ചെറിയൊരു പാത്രം എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇതിൻ്റെ ലീഫുകളൊക്കെ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞാൽ അതിന് വേര് വരും. അപ്പോൾ പുതിയൊരു തെച്ചിച്ചെടി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടി എടുക്കുക. ഇത് പഴയൊരു ചട്ടിയാണ്. പഴയ ചട്ടി ഞാൻ എടുത്താൽ നിങ്ങളുടെ വീട്ടിൽ പഴയ ചട്ടി ഉണ്ടെങ്കിൽ പഴയ ചട്ടി മേടിക്കുക, അല്ലെങ്കിൽ പുതിയത് മേടിക്കുക. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. പോട്ടി മിക്സ് ഒന്നും ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ, സാധാ വെറും മണ്ണ് മാത്രമാണ് കുറച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ തെച്ചിച്ചെടി ഇതിലേക്ക് ഇറക്കി വെക്കുക. ഓക്കെ, ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ബാലൻസ് മണ്ണും കൂടെ ഇട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിൻ്റെ ചുറ്റും നമുക്ക് ബാക്കി മണ്ണ് ബാലൻസ് വെറും മണ്ണാണ് കേട്ടോ, ഓവർ കല്ലൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല പച്ച മണ്ണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്തിട്ട് ചൂട് നല്ല ഉറപ്പിച്ച് കൊടുക്കുക. പക്ഷെ നമുക്ക് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പോട്ടി മിക്സ് ഒന്നും ചെയ്തിട്ടില്ല, വളങ്ങളൊന്നും ചെയ്യാതെ വെറും മണ്ണിനകത്ത് തന്നെയാണ് നട്ടു വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ വേറൊരു പരീക്ഷണം കൂടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിങ്ങനെ വെച്ചും കിളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ്. ചിലപ്പോൾ സക്സസ് ആയി എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പറ്റത്തില്ല എങ്കിൽ
ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വളം ചെയ്ത് കൊടുക്കുക. അതിന് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലുപൊടിയോ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊക്കോപ്പീറ്റും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ നട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ തണലത്ത് കൊണ്ട് വെക്കുക, ഷെയ്ഡിൽ എന്ന് വെച്ചാൽ സൂര്യപ്രകാശം അടിക്കാത്ത ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് ഡെയിലി വെള്ളം നനച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നല്ല ഉഷാറായിട്ട് നിന്ന് വളർന്ന് കുറച്ച് ബ്രാഞ്ചുകളും അതായത് കുറച്ച് ലീഫുകളൊക്കെ വന്ന് ഇച്ചിരി ഹെൽത്തിയായി വേരൊക്കെ മണ്ണിലേക്കൊന്ന് പിടിച്ച് എന്നൊരു ഘട്ടത്തിലായതിനു ശേഷം ഞാൻ NPK വളമയാണ് ചെയ്തു കൊടുക്കുന്നത്. ഞാൻ NPK വളം മാത്രമേ ചെയ്തുള്ളൂ. അത് 18 19 ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് ഉഷാറാക്കി എടുക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ചെടി നടാൻ നേരത്ത് ഈ ചെടി നടാൻ നേരത്ത് എന്തെങ്കിലും ചാണകപ്പൊടിയോ മണ്ണും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചെടി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഞാൻ എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. തെച്ചിച്ചെടി എന്നല്ല, ഫ്ലവർ ഇടുന്ന അതായത് പൂക്കളിടുന്ന ഏത് ചെടി ആയിക്കോട്ടെ, ഞാനിപ്പോൾ കാണിച്ച പോലെയുള്ള ഞാനിപ്പോൾ കാണിച്ച തെച്ചിച്ചെടി പോലെയുള്ള അവസ്ഥ നിങ്ങളുടെ വീട്ടിലുള്ള ചെടികൾക്കുണ്ടെങ്കിൽ, അത് നിലത്ത് കുഴിച്ചിട്ടിട്ട് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുരടിപ്പ് മാറുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കളിടുകയും ചെയ്യും. ഞാൻ പറഞ്ഞ കണക്ക് ആ വളങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൂക്കളിടുകയും നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഏത് ചെടിയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.